Hi my dear friends, welcome to my channel Nest by Roops. അപ്പോൾ ക്വാറന്റൈൻ ടൈം ഒക്കെ അല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ കുക്കിംഗ് ആകാം. ആണുങ്ങളൊക്കെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ ഓരോ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബ്രദറാണ്. എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വഴിയേ കാണാം. ആദ്യം തന്നെ പുള്ളി കുറച്ച് ക്യാപ്സിക്കം, ഏകദേശം 2 ക്യാപ്സിക്കം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ്. ക്യാപ്സിക്കം ഒക്കെ നല്ലതുപോലെ കുക്കാകേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് സാലഡ് പോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ അതൊന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് മാറ്റി വെക്കുകയാണ്. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാളയും, 2 ചെറിയ മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ക്യാപ്സിക്കം കട്ട് ചെയ്തതുപോലെ തന്നെ. അതും അതുപോലെ തന്നെ വഴറ്റി മാറ്റി വെക്കുകയാണ്. ആക്ച്വലി ഇത് രണ്ടും ഒന്നിച്ച് വഴറ്റിയാൽ മതിയാവുന്നതാണ്. ഇനി ഇതാണ് നമ്മുടെ മെയിൻ സാധനം. എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പനീറാണ്. പുള്ളി കടായി പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊരു സംശയമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. മുളകൊക്കെ പുരട്ടി വെച്ചതായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ പനീർ കുക്കായി. ഇത് കുറച്ച് മസാലയാണ്. അതും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ മസാലയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീരകം, ഏലക്ക, ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതൊക്കെയാണ് ഉള്ളത്. കുറച്ച് കുരുമുളകും. ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പരീക്ഷണമൊന്നുമല്ല, പുള്ളി മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, യൂട്യൂബ് നോക്കി പഠിച്ചു തന്നെയാണ്. അപ്പോൾ പനീറൊക്കെ ഉള്ളത് കാരണം ക്വാറന്റൈൻ ടൈമൊക്കെ ആണല്ലോ, വീട്ടിൽ വർക്കൊക്കെ ഉണ്ട്, ഓഫീസ് വർക്കൊക്കെ ഉണ്ട്. എങ്കിൽ കൂടെയും ഒരു ടൈം പാസ് പോലെ പുള്ളി ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ ഉള്ളി വഴറ്റുമ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ അതിൽ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. നല്ലതുപോലെ വഴണ്ട് കിട്ടുന്നതാണ് ഉള്ളിയൊക്കെ. ഇനി ചെയ്യാൻ പോകുന്നത്, ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ വഴറ്റി വെച്ച ഉള്ളി, തക്കാളി, ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം അരച്ചെടുത്തതാണ്. ആ പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്ത്, കുറച്ച് മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാവുന്നതാണ്. അത് ഈ സമയത്ത് നമുക്ക് നോക്കി ആവശ്യമായ ഉപ്പൊക്കെ പാകമാക്കാം. അത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം കുക്കായിട്ട്. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കാരണമാണ് നിങ്ങൾക്കത് ഒരുപാട് തോന്നുന്നത്. അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അത് കുറുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ക്യാപ്സിക്കവും ഉള്ളിയും ആഡ് ചെയ്യാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പനീറൊന്നും അധികം കുക്കാകേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ആഡ് ചെയ്താൽ മതിയാകും. ഫ്രൈ ചെയ്ത് വെച്ചത് കാരണം അതൊന്ന് കുക്കായിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ കടായി പനീർ. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്രീമൊന്നും ഇല്ലാതെ കാരണം പുള്ളിക്കാരൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു വലിയ കഷ്ണം ബട്ടർ കൂടെ ആഡ് ചെയ്യണം. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ നമുക്കിതിൻ്റെ മുകളിൽ അരിഞ്ഞ് ചേർക്കാം. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി കടായി പനീർ. ഞാൻ വെറും വാക്ക് പറയല്ല, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.